ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ കേക്ക് ട്രിവാൻഡ്രക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള മാത്യു കേക്കാണ്. എനിക്ക് ഈ കേക്കിൻ്റെ വലിയ പിടുത്തമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹം ഈ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കണം. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പക്ഷേ ഉണ്ടാക്കിയപ്പോഴത്തേക്കും അടിപൊളി റെസിപ്പിയാണ്. ഇതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമും കാര്യങ്ങളും ഒന്നും യൂസ് ആക്കുന്നില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ ടിന്നിൽ ബട്ടർ പേപ്പർ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബട്ടർ പേപ്പറാണ്. എൻ്റെ കയ്യിലുള്ള പേപ്പർ വെച്ച് അതിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്തതാണ്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആദ്യം തന്നെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് എടുക്കുകയാണ്. അതിലേക്ക് അരക്കപ്പ് മൈദ, അതുപോലെ 1/4 സ്പൂൺ കൊക്കോ പൗഡറും 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ 3 പ്രാവശ്യം അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്യാം. ചെറുങ്ങനെ നമുക്ക് വിസ്ക് കൊണ്ടും അല്ലെങ്കിൽ ബീറ്റർ കൊണ്ടും എങ്ങനെ വേണമെങ്കിലും ബീറ്റ് ചെയ്യാം. ഞാനിവിടെ ബീറ്റർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു ചെറുമാതിരി പതിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് പതിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് 1.5 ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ്. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ 50 ഗ്രാം ബട്ടർ കൂടി പകുതി ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതൊന്ന് നല്ലോണം മിക്സായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു 7 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി നല്ലോണം ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഇത് ഒരുമാതിരി തിക്കായിട്ട് തന്നെ വേണം. ഇനി അഥവാ കൂടുതലായിട്ട് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പാല് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതൊന്ന് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 15 to 20 മിനിറ്റ്സ് കൊണ്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഐസിങ് ചെയ്യണം. അതിനായിട്ട് ഞാനിതിവിടെ പകുതി ബട്ടർ എടുത്തിട്ടുണ്ട്. അതുപോലെ പഞ്ചസാരയും കോൺഫ്ലോറും മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആക്കി എടുക്കണം. ആദ്യം നല്ലോണം ബട്ടർ ഇങ്ങനെ ബീറ്റർ കൊണ്ട് അടിച്ചെടുക്കാം. നല്ലോണം ഒരു വൈറ്റ് ആവുന്നവരെ അടിച്ചെടുക്കാം. അതാകുമ്പോഴത്തേക്കും അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. നല്ല ക്രീമി ടെക്സ്ചറാക്കി എടുക്കണം. എന്നിട്ട് നല്ലോണം ഒരു ക്രീമി ടെക്സ്ചർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലോണം ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സൈഡിൽ വെച്ചിട്ടുള്ള കേക്ക് അതൊന്ന് ബട്ടർ പേപ്പറിൽ നിന്ന് ഊരിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മാത്യു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള വളരെ ഈസിയാണ്. ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീമും ഷുഗർ സിറപ്പും ഒന്നും ഒഴിക്കേണ്ടതില്ല. അപ്പോൾ ഈ വളരെ ഈസി ആയിട്ടുള്ള മാത്യു കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, ഷെയറും ലൈക്കും കമൻറ്റ് ഇടാൻ മറക്കരുത്.